ഓക്കെ ഫ്രണ്ട്സ്, പ്ലേ സ്റ്റോറിൽ പോയിട്ട് 3D പ്രിസ്മ എന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. 3D പ്രിസ്മ എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ്. ആ പ്ലസ് ഐക്കൺ പ്രസ് ചെയ്യുക. അവിടെ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് കിട്ടും. ശേഷം നമ്മളൊന്ന് കമ്പോസ് ചെയ്ത് വെക്കുക. മുകളിൽ കാണുന്ന ഒരു സ്ക്വയർ കാണാം, മുകൾ ടോപ്പിൽ കാണുന്ന ഒരു സ്ക്വയർ, അന്ന് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരു പ്ലെയിൻ എന്ന് കാണും, അത് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടും. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കുക. എന്നിട്ട് അടുത്ത് റൊട്ടേറ്റ് എടുക്കുക. റൊട്ടേറ്റ് എടുത്തിട്ട് ഒന്ന് ആ പ്ലേസ് ഒന്ന് നിവർത്തി കൊണ്ടുവരിക. ഓക്കെ, നിവർത്തി കൊണ്ടുവന്നിട്ട് ഒന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്യുക. മേലോട്ടും ഒന്ന് കയറ്റി വെച്ച് അറേഞ്ച്മെൻറ്റ് ചെയ്യുക. പക്ഷെ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്കൊരു കളർ ചെയ്യാം. അതിന് മെറ്റീരിയൽ എന്ന് കാണുന്ന ആ ഒരു ഭാഗം പ്രസ് ചെയ്യുക. മെറ്റീരിയൽ എന്ന് കാണുന്ന ആ ഭാഗം പ്രസ് ചെയ്യാം. ആ മെറ്റീരിയൽ എന്ന് കാണുന്ന ആ ഒരു ഭാഗത്തൊരു റൗണ്ട് ഐക്കൺ പ്രസ് ചെയ്യുമ്പോൾ താഴെ കളറ് ടെക്സ്ചർ കാണാം. ഇവിടെ നമ്മൾ ആ കളർ ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് താഴെ കളർ ബട്ടൺ കാണും. അതിൻ്റെ താഴെ ടെക്സ്ചർ എന്ന് കാണും. അത് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറിയിലേക്കാണ് പോവുക. ആ മുകളിൽ കാണുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടിന് നമ്മുടെ ഗാലറിയിലുള്ള ചിത്രങ്ങളാണ് കൊടുക്കണമെങ്കിൽ ടെക്സ്ചർ എന്നുള്ള ഭാഗം പ്രസ് ചെയ്യുമ്പോൾ നേരെ ഗാലറിയിലേക്ക് പോകും. അവിടെ നമുക്ക് ഈ ചിത്രം വേണ്ടി സെലക്ട് ചെയ്യാം. അത് ആഡ് ചെയ്താൽ ആ ഒരു ചിത്രം ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരും. ഓക്കെ, ഞാനത് കാണിച്ചു തരാം. ഓക്കെ, ഗാലറിയിലേക്ക് പോയി. ഞാനിപ്പോൾ ഈ ഒരു ഇമേജ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാണ്. ഓക്കെ, കണ്ടാൽ അറിയാം ആ വൈറ്റ് മാറി. ഇപ്പോൾ ഈ ഒരു ഇമേജ് അവിടെ വന്നു. ഇനി ഈ ഇമേജിനകത്ത് ഞാനൊരു ടെക്സ്റ്റ് ചെയ്യുകയാണ്. അതിനകത്തൊരു ലെറ്റർ എഴുതുകയാണ്. ഓക്കെ, അതിനു വേണ്ടി മുകളിലത്തെ ആ ഒരു സ്ക്വയർ ഐക്കൺ പ്രസ് ചെയ്തിട്ട് ടെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ യുവർ ടെക്സ്റ്റ് എന്ന് കാണാം. അതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് എടുക്കുകയാണ്. അതിൻ്റെ ആ ഒരു ലെവൽ കറക്റ്റ് ആക്കുകയാണ് റൊട്ടേറ്റ് ചെയ്തിട്ട്. ഓക്കെ, അങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുത്തു. അതിനകത്ത് നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുക. നമുക്ക് എന്താണോ എഴുതേണ്ടത് അതൊന്ന് എഴുതി കൊടുക്കുക. അതിന് താഴെ ആ 3D ടെക്സ്റ്റ് എന്ന് കാണുന്ന ആ മുകൾ ഭാഗത്ത് 3D ടെക്സ്റ്റ് എന്ന് കാണും. അവിടെയുള്ള ആ ടെക്സ്റ്റിനകത്ത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ, ആ 3D ടെക്സ്റ്റിൻ്റെ താഴത്ത് ടെക്സ്റ്റ് എന്ന് കാണുന്ന ഭാഗത്ത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ ചാനലിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് കൊടുക്കുന്നത്. ANM എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനതവിടെ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ടൈപ്പ് ചെയ്ത് കൊടുത്തു. ശേഷം മുകളിൽ കാണുന്ന ഐക്കൺ ഒന്ന് കൊടുത്താൽ നമുക്ക് ആ ലെറ്റർ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. ഓക്കെ, ഞാനതൊന്ന് അല്പം വലുതാക്കി എടുക്കുകയാണ്. ഇനി ഇതിനകത്ത് ഞാൻ ഈ ലെറ്ററിൻ്റെ നിറം ഒന്ന് മാറ്റുകയാണ്. ഈ NAM എന്നുള്ള ലെറ്ററിൻ്റെ നിറം മാറ്റുകയാണ്. അതിന് മെറ്റീരിയൽസ് അതിന് മുമ്പായിട്ട് ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇതിനകത്തുള്ള ഫോണ്ടുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാം. അതൊക്കെ അടുത്ത വീഡിയോ ഞാൻ കാണിക്കാം എങ്ങനെ ഫോണ്ട് ആഡ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഞാൻ നോർമലി ഒരു ഫോണ്ട് ഇതിനകത്തുള്ള കൊടുത്തു ഞാൻ. ഓക്കെ, ഇനി ഈ ഫോണ്ട് ഈ ടെക്സ്റ്റിൻ്റെ നിറം ഒന്ന് മാറ്റാൻ പോവുകയാണ്. അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിന് മെറ്റീരിയൽസ് പ്രസ് ചെയ്തു. അവിടെ കളർ കണ്ടു. അവിടെ ഞാൻ ഒരു നീല കളർ കൊടുക്കുകയാണ്, ഒരു ബ്ലൂ കളർ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ ക്യാമറ ആഡ് ചെയ്യാണ്. അതിന് മുകളിലത്തെ ആ സ്ക്വയർ ഐക്കൺ പ്രസ് ചെയ്തു. ആ ക്യാമറ ഐക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ക്യാമറ ഓപ്ഷൻ വരും. ഓക്കെ, ഇനി ക്യാമറയുടെ ഫ്രെയിം ഒന്ന് ചെറുതാക്കണം. അതിന് അവിടെ കാണാൻ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന ക്യാമറയുടെ താഴെയുള്ള ആ ലെറ്റേഴ്സ് കാണാം. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കൊടുത്താൽ ക്യാമറ ഫ്രെയിം ഒന്ന് ചെറുതാവും വലുതാവും ചെയ്യും. മാക്സിമം ക്യാമറയുടെ ഫ്രെയിം ഒന്ന് ചെറുതായിട്ട് വരണം. ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ തന്നെ, എങ്കിൽ മാത്രമേ നമുക്ക് സ്ക്രീൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാൻ ആ ക്യാമറ വർക്ക് ചെയ്യാണ്. അവിടെ താഴെ കാണാം സ്കെയിൽ ബാർ. അത് 0 ആക്കി വെച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യാം. 0 ആക്കി വെച്ച് ക്ലിക്ക് ചെയ്യണം. സ്കെയിൽ ബാർ താഴെ കാണുന്ന സ്കെയിൽ ബാറിന് 0 ആക്കി വെച്ച് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഏകദേശം ഒരു 300-350 ഒരളവിലേക്ക് ആ സ്കെയിൽ ബാർ നീക്കി കൊടുക്കണം. എന്നിട്ട് അവിടെ ഒന്ന് ടിക്ക് ചെയ്യണം. അവിടെ ഒന്ന് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തു. ഇനി ആ ക്യാമറയുടെ ആ ഒരു ഐക്കൺ ഫ്രെയിം കാണാം. ഒന്ന് വലിച്ചു കൊടുക്കുകയാണ്. ആരോ പിടിച്ച് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ ക്യാമറ നീങ്ങുന്നത് കാണാൻ കഴിയും. ആ ക്യാമറ നീങ്ങുന്നത് പോലെ തന്നെ ആ ലെറ്ററിലേക്ക് ആ ക്യാമറ അവിടെ ചെന്ന് ഒരു വീഡിയോ പോലായി വരും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ ചെയ്ത ഒരു വർക്ക് ഇവിടെ ഞാൻ കാണിച്ചു തരാം.
കണ്ടോ? ഇപ്പോൾ നമ്മൾ ആ ക്യാമറ വലിച്ചപ്പോൾ എങ്ങനെയാണോ ക്യാമറ നീങ്ങിയത് അതുപോലെ തന്നെ ലെറ്ററും നീങ്ങിപ്പോകുന്നത് കാണാൻ കഴിയും. ഇതുപോലെ ക്യാമറ നമുക്ക് മൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി ഇത് റെൻഡർ ചെയ്യാൻ ഈ ഇടത്ത് കാലത്ത് കാണുന്ന ആ 3 ഐക്കൺ, 3 ആ ഒരു വര ഐക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഇനി നമുക്ക് റെൻഡർ ചെയ്യണം. അതിനു വേണ്ടി മുകളിൽ കാണുന്ന 3 വര ഒന്ന് പ്രസ് ചെയ്തിട്ട് അവിടെ കാണാൻ റെൻഡർ എന്ന് കാണാം. അത് റെൻഡർ ചെയ്യാം. റെൻഡർ ചെയ്യുമ്പോൾ നമുക്കിവിടെ 720p 1880 എന്ന് കാണാം. അത് പ്രസ് ചെയ്യണം. HD ആണ് 1880p, അത് പ്രസ് ചെയ്യുക. ഇനി ഇവിടെ റിമൂവ് വാട്ടർമാർക്ക് എന്ന ഭാഗത്ത് നെറ്റ് ഓൺ ആക്കിയിട്ടാണ് റെൻഡർ ചെയ്യുന്നതെങ്കിൽ പരസ്യം വരും. പരസ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വാട്ടർമാർക്ക് കാണില്ല. എന്നാൽ വാട്ടർമാർക്ക് അവിടെ ഉണ്ടാകും പരസ്യം വന്നില്ലെങ്കിൽ. ഓക്കെ, ഏകദേശം റെൻഡർ 358 റെൻഡറിൻ്റെ അളവ് എൻ്റെ റെൻഡർ കാണിക്കുന്നത്. ഓക്കെ, അത് തീർന്നു കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.